Hello everyone, it's me Faiz from AIMS Nagpur. So ഇന്ന് നമുക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ ചാപ്റ്റർ നമ്പർ ഫസ്റ്റ് നമ്മൾ എവിടെ നമ്പർ എത്തിയിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു വരുന്നത്? ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്, ഞാൻ ഒന്നുകൂടി എഴുതാം, എന്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് field lines. Okay, so let's start from properties of electric field lines. Okay, properties of electric field lines. Properties of electric field lines. Okay, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി ഈസ് these lines are imaginary and continuous lines without any break. These lines are imaginary, പിന്നെയോ ഒരു ബ്രേക്ക് ഉണ്ടാകാൻ പാടില്ല, ഫുൾ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് യെസ് ഇമാജിനറി ലൈൻസ് ആണ്. യെസ്, നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ എൻലിസ്റ്റ് ചെയ്യാം അല്ലെ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സോ ദീസ് ലൈൻസ് ആർ ഇമാജിനറി. These lines are imaginary and continuous. ആണ്. These lines are imaginary and continuous lines without any break. Okay. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് അല്ലെ, അറിയാലോ നമുക്ക്. സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. സോ അത് ഞാനിവിടെ പിക്ചോറിക്കലി പറഞ്ഞു തരാണെങ്കിൽ എങ്ങനെ പറയാം? സപ്പോസ് ഇത് പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്. സോ എങ്ങനെയായിരിക്കണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ദീസ് ലൈൻസ് ആർ ഇമാജിനറി ആൻഡ് കണ്ടിന്യൂസ് ലൈൻസ് വിത്തൗട്ട് എനി ബ്രേക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. സോ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. സോ പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്തു, എവിടത്തേക്ക് പോയി? നെഗറ്റീവ് ചാർജിലേക്ക് പോയി. പോസിറ്റീവ് ചാർജ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് എവിടത്തേക്ക് പോയി? നെഗറ്റീവ് ചാർജിലേക്കാണ് പോകുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ലൈൻസ് അല്ലേ, വിത്തൗട്ട് എനി ബ്രേക്ക് അല്ലേ. നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്. സോ നെഗറ്റീവ് ചാർജിലേക്ക് വരികയാണ് ചെയ്യുന്നത്, പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ലൈൻസ് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ലൈക്ക് അട്രാക്ഷൻ റിപ്പൾഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞു, സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് അറിയാവോ? ഇഫ് വി ഡ്രോ എ ടാൻജന്റ് at any point, of electric field line, if we draw a tangent at any point of electric field lines, if we draw tangent at any point of electric field line, it represent what? It represent the direction of electric field. It represent the direction of electric field. സോ നമ്മള് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റ് റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സപ്പോസ് ഇതാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് വിചാരിച്ചു. ഇതാണ് എന്റെ കയ്യിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. സോ എനിക്ക് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ കാണണം, അല്ലെങ്കിൽ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ കാണണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. ജസ്റ്റ് എന്ത്, നമ്മൾ ഈ ടാൻജന്റ് വരച്ചാൽ മതി. സോ ദിസ് ടാൻജന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ക്ലിയർ അല്ലേ? സോ ഇങ്ങോട്ടേക്കായിരിക്കും ഇതിന്റെ ഡയറക്ഷൻ, ഇങ്ങോട്ടേക്ക്. ഓക്കെ, സിമ്പിൾ. യെസ്. സോ electric field, it gives direction of electric field at that point. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. നാലാമത്തെ പ്രോപ്പർട്ടി എന്താണ് ചെയ്യുന്നത്? the point where density of electric field lines, the point where density of
electric field lines is higher than at that point. See, is the point where density of electric field is higher, then the point where density of electric field lines is higher, നമുക്ക് പറയാൻ പറ്റും എന്ത് magnitude of electric field is more, and vice versa. That means simple ആണ്. അതായത് the point where density of electric field lines is higher, density കൂടുതൽ ലൈൻസ് ഇങ്ങനെ കൂടി നിൽക്കുന്നിടത്തിൽ എന്തായിരിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, യെസ്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, സപ്പോസ് എന്റെ കയ്യിൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വിചാരിച്ചോ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്കിൽ സോ ഇവിടെ കണ്ട അവിടെ ഡെൻസിറ്റി കൂടുതലല്ലേ, ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ കമ്പയറിംഗ് വിത്ത് ഈസി. യെസ്. ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് കടക്കാം. അഞ്ചാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഫോർ എ പോയിന്റ് ചാർജ് നമ്മളൊരു പോയിന്റ് ചാർജ് എടുക്കുകയാണെങ്കിൽ ഫോർ എ പോയിന്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് EFL ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് radially move outside for positive charge and radially move inside for negative charge. Simply പറയുകയാണെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് ചാർജ് ഉണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് ചാർജ് ഉണ്ട്, and these are point charges. For point charge electric field lines radially move outside for positive charge. So positive charge കണ്ട electric field lines radially move outwards, radially move outwards, and for a negative charge it radially move inside. Okay, yes, easy അല്ലേ? Yes. So ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കണം. ഇനി അധികം പോയിന്റ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറയേണ്ടത് നമുക്ക് പ്രോപ്പർട്ടീസ് കൂടെ കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. ലാസ്റ്റ് പ്രോപ്പർട്ടീസ് വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ആറാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, two electric field lines cannot intersect each other. Two electric field lines cannot intersect each other. Two electric field lines cannot intersect each other. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. Because at the intersecting point there is two direction of electric field that can be possible. അല്ലേ, means at a point according to law of superposition only. Okay, so two electric field lines cannot intersect each other. Okay, ഇലക്ട്രിക് ഫ്ലക്സിലൊക്കെ നമുക്ക് വരാം, അത് ഗോസിൽ വരുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഇപ്പൊ നമുക്ക് എവിടത്തേക്ക് വരാം, ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ കാര്യത്തിൽ പഠിക്കാം. ഇലക്ട്രിക് ഡൈപോൾ. വാട്ട് ഈസ് ആക്ച്വലി ഇലക്ട്രിക് ഡൈപോൾ? Electric dipole is a pair of equal and opposite point charges Q and minus separated by a distance 2a. So simply പറയുകയാണെങ്കിൽ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? സിംപിളി നമ്മളെ രണ്ട് പോയിന്റ് ചാർജ് ഉണ്ട്, Q minus Q, and that is separated by a distance of 2a. Okay, simple അല്ലേ? Yes. The line connecting two charges defines a direction in space. Okay. The direction from minus Q to plus Q is said to be the direction of dipole. Direction of dipole ആണ് minus Q to plus Q ആണ് എന്ത്, direction of dipole. And midpoint of locations of minus Q and Q is called the center of the dipole. So center of the dipole എവിടെ ആയിരിക്കും? ഇവിടെ center of the dipole. Okay, ഇതാണ് ഒരു ബേസിക് ഐഡിയ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ കണ്ട നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണെന്നുള്ളതാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് ആക്ച്വലി, സിംപ്ലി ഡെഫിനിഷൻ വൈസ് പറയുകയാണെങ്കിൽ, ഇറ്റ്സ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് and distance between two charge, and distance between two charge. It's called electric dipole moment.
and it is denoted by the letter P. Electric dipole moment is denoted by the letter P, and the direction of electric dipole is from minus q to plus q. So നമ്മൾ ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി എത്രയായിരിക്കും? ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി കാണാൻ പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി വിൽ ബി ഹിയർ. എന്താണ്? ചാർജ്, ഇലക്ട്രിക് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ടു എ. ഡയറക്ഷൻ വിൽ ബി മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. സോ ഇങ്ങോട്ടേക്കായിരിക്കും എന്ത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് വെക്ടർ പി ഉണ്ടാവും. ഓക്കെ, ഈസി. യെസ്, മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. ഇനി നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ ആദ്യം കാണുന്നത് ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. സോ രണ്ട് കേസ് ഉണ്ട്. ഒന്ന് 4 പോയിന്റ്സ് ഓൺ ദ ആക്സിസ്, 4 പോയിന്റ്സ് ഓൺ ദ ആക്സിസ് കാണണം. രണ്ടാമത്തേതോ 4 പോയിന്റ്സ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ, 4 പോയിന്റ്സ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ രണ്ടും കാണണം. 4 ലൈൻസ് ഓൺ ദ ആക്സിസും കാണണം. പിന്നെ നമ്മൾ എന്താ കാണേണ്ടത്? 4 പോയിന്റ്സ് ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഓക്കെ, നമുക്ക് കാണാലോ. സോ നമ്മൾ ഇതിന്റെ ഡെറിവേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം എന്താണ്? ബ്യൂട്ടിഫുള്ളി എൻസേർട്ടിൽ ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ഗിവൺ ആണ്. സിംപിളി ഞാൻ എന്ത് ചെയ്യാണ്? ഇക്വേഷൻസിലേക്ക് പോകണം. ഓക്കെ, സോ സിംപിളി പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെടുക്കുക? ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. സോ ഇതാണ് നമ്മൾ എന്ത്? ഇതാണ് നമ്മൾ പ്ലസ് ക്യൂ ചാർജ്, ഇതാണ് നമ്മൾ എന്ത്? മൈനസ് ക്യൂ ചാർജ്. സോ ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്തു. 2a ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു? ഇതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, 2a ഡിസ്റ്റൻസിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. ഇലക്ട്രിക് ഡൈപോൾ കിട്ടിയില്ലേ? യെസ്, ഇതാണ് അതിന്റെ സെന്റർ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഇതാണ് അതിന്റെ സെന്റർ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, നമ്മൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ എപ്പോഴും സെന്റർ എന്ന് പറയണം. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇ എഫ് അറ്റ് ആക്സിസ് ആണ് ഡ്യൂ ടു ഡൈപോൾ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിസ് ആണ് ഒന്നാമത്തെ കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിസ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, സോ ഇതിന്റെ ആറ് ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് അല്ലേ? സോ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിസ്. അറ്റ് ആക്സിസ് പറയുമ്പോൾ ഇതിൽ ഏത് പോയിന്റ് ആവും അല്ലെ? ഏത് പോയിന്റ് ആവും. സപ്പോസ് ഞാൻ എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഞാൻ ആ പോയിന്റിന് എക്സ് എന്ന് കൊടുത്തു, എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, പോയിന്റിന് എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, ആ പോയിന്റിന്റെ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് എവിടെ നിന്ന് അറിയാവോ? സെന്റർ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ ആണ്. ദാറ്റ് ഈസ് ആറ് ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഈസി. ഓക്കെ, സിമ്പിൾ. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതിന്റെ അറ്റ് എക്സ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് എത്രയാണെന്ന് അറിയാവോ? അറ്റ് എക്സ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എക്സ് നമുക്ക് ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് അറിയാവോ? എത്ര കിട്ടുന്നത്? 2 into k into p divided by r cube. 2 kp divided by r cube. Over k is 1 by 4 pi epsilon. Correct അല്ലേ? 2 kp divided by r cube. 2 kp divided by r cube. Okay. Yes. ഇനി രണ്ടാമത്തെ എവിടെയാണ്? രണ്ടാമത്തെ സിനാരിയോ എന്താണ്? രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. കറക്റ്റ് അല്ലേ? അറ്റ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. ഓക്കെ, ഇതിന്റെ കേസിൽ അറ്റ് ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ആണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2a. ഓക്കെ, സോ ഇതാണ് അതിന്റെ എന്ത്? സെന്റർ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ഇതാണ്. ഓക്കെ, സോ അറ്റ് എ പ്ലെയിൻ ഇക്വറ്റോറിയൽ അല്ലെ നമ്മൾ കാണാൻ പോകുന്നത്. ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ഞാൻ എടുക്കുന്നു, ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. and that is r distance from the center. Okay, that is r distance from the center, and the electric field comes out as equation wise നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താ വരുന്നത്? ഇലക്ട്രിക് ഫീൽഡ് at x is equal to minus kp divided by r cube. Minus kp divided. So equatorial plane minus kp divided by r cube. At axis 2 kp by r cube. Over p is 2 into 2. That is dipole moment, electric dipole moment. K is 1/4 pi epsilon. So clear അല്ലേ? കണ്ട. സോ at axis എത്രയാണ് വരുന്നത്? 2 kp. ഇത് നമുക്ക് ഇങ്ങനെ മാറ്റാം. നോക്കിക്കോ, 1/4 epsilon k എടുത്തു, 4 q. സോ q into 2 p എടുത്തു.
into 2 divided by r cube. So 2kp divided by r cube for a point on the axis. And for points on the equatorial plane, എത്ര വരുന്നത് അല്ലെ, എത്ര വരുന്നത് മൈനസ് കെ പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്, മൈനസ് കെ പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഡൺ. യെസ്, മൈനസ് Q2 പ്ലസ് Q. യെസ്, ഓക്കെ. നമ്മൾ എന്താ കണ്ടു? Notice the important point that dipole field at large distances falls off not as 1 by r square but as 1 by r cube. 1 by r cube അല്ലേ വരുന്നത്? യെസ്, ഓക്കെ. നമുക്ക് എൻസിആർടിയിൽ എക്സസൈസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് സോൾവ് ചെയ്ത് പോകാം ക്വസ്റ്റൻസ് ഒക്കെ. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു ഡൈപോളിന് ഞാൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ വെക്കാൻ പോകുന്നത്. ഡൈപോളിനെ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? ഡൈപോൾ ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. എങ്ങനെ? സി നോക്കിക്കോ, നോക്ക്. തന്നെ കാണിച്ചു തരാം. ഓക്കെ, കൺസിഡർ എ പെർമനന്റ് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് പി ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് ഇ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്, ഒരു യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇയിലാണ് ഇപ്പൊ ആരുള്ളത്? നമ്മളെ ഡൈപോൾ ഉള്ളത്. ഓക്കെ, സോ ഡൈപോൾ മൊമെന്റ് ബൈ പെർമനന്റ് ഡൈപോൾ മീൻ ദാറ്റ് പി എക്സിസ്റ്റ്. ഓക്കെ, അതും അറിയാലോ. യെസ്, നോക്കിക്കോ, ഇവിടെ നമുക്ക് രണ്ട് ചാർജ് ഇല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡയറക്റ്റഡ് അപ്വേർഡ്സ് ആണ്. സോ മൈനസ് ക്യൂ ഫോഴ്സ് താഴോട്ടേക്ക് അല്ലേ, മൈനസ് ക്യൂ താഴോട്ടേക്ക് ഉണ്ടാകും, പ്ലസ് ക്യൂ മുകളിലോട്ട്, സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ പോസിറ്റീവ് ചാർജ് ക്യൂ. കറക്റ്റ് അല്ലേ? യെസ്. സോ മുകളിലോട്ട് ക്യൂ ഇ, താഴോട്ടേക്ക് ക്യൂ ഇ. സോ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് വിൽ ബി 0 അല്ലേ? നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ വിൽ ബി 0. ബട്ട് സി നോക്കിക്കോ, അവിടെ ഒരു ടോർക്ക് വരുന്നില്ലേ? ഒരു ടോർക്ക് അവിടെ വരുന്നില്ലേ? ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് വിൽ ബി ഹൗ മച്ച്? QE into 2A sin theta. അതെങ്ങനെയാണ് 2A sin theta വരുന്നത്? നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണ്ടേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണ്ടേ? ബട്ട് വിൽ ബി A sin theta. അതുപോലെ QE into 2A sin theta നമുക്ക് കിട്ടും. നമുക്ക് ഫൈനലി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോർക്ക് വിൽ ബി P ക്രോസ് E. ടോർക്ക് വിൽ ബി P ക്രോസ് E. ടോർക്ക് വിൽ ബി P ക്രോസ് E. ഓക്കെ, സോ നമ്മള് ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ ഡൈപോൾ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ടോർക്ക് വിൽ ബി വെക്ടർ P ക്രോസ് വെക്ടർ E. 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 ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ. യെസ്, ഓക്കെ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട്, വാട്ട് ഈസ് ഏരിയ വെക്ടർ, ഇലക്ട്രിക് ഫ്ലക്സ്. ഈ ഇലക്ട്രിക് ഡൈപോളിന് മുമ്പല്ലേ എൻസിആർടിയിൽ വരുന്നത്? യെസ്, ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജസ് and end to negative charges. If there is a single charge, they may start or end at infinity. In a charge-free region, electric field lines can be taken to be continuous curves without any break. Two field lines can never cross each other. If they did, the field at the point of intersection will not have a unique direction, which is absurd. Electrostatic field lines do not form any closed loop. This follows from the conservation of nature of electric fields. നമ്മൾ സിംപിളി ഒരു എന്തായിരിക്കും ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ്. കണ്ട, റേഡിയേറ്റ്സ് ഫ്രം ഔട്ട്വേർഡ്സ് അല്ലേ? ഇത് നെഗറ്റീവ് ചാർജ്, ഇൻവേർട്സ് അല്ലേ? ഇതൊരു ഡൈപോൾ അല്ല, ഇത് സെയിം ചാർജ്. ദിസ് വിൽ ബി റിപ്പൽഷൻ, ദിസ് ഈസ് അട്രാക്ഷൻ. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാനുള്ളത് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്നതാണ്. ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഇലക്ട്രിക് ഫ്ലക്സ്, ഓക്കെ, നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. Electric flux. Okay, what is mean by electric flux?
Electric flux is the total number of electric lines. The total number of electric lines. Total number of electric field lines. Correct? Total number of electric field lines passing through the correct definition like നമുക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ ഇതിനെ സമ്മറിയിലേക്ക് വേണമായിരിക്കും correct definition for electric flux. Coulomb's law, superposition principle, electric dipole. ഇതിന്റെ ഇക്വേഷൻ മാത്രമേ ഗുണമുള്ളൂ. ഇലക്ട്രിക് ഫ്ലക്സ് ഇക്വേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ സിമ്പിൾ നമുക്ക് നോക്കാൻ പറ്റും. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി തന്നെ വായിച്ചോളൂ. ഇതെന്നെ വല്ലതും കാണും. യെസ്. സോ ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. കറക്റ്റ് അല്ലേ? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വി ക്യാൻ സേ passing normally through the area. Passing normally through the area is called electric flux. അതിനെന്ത് വിളിക്കാൻ പറ്റും? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കറക്റ്റ് അല്ലേ? യെസ്. ആൻഡ് ഫ്ലക്സിന്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ത് തന്നിരിക്കുന്നത്? ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ വരുന്നത്, സപ്പോസ് സി consider an area delta SC, consider a closed surface, let delta S be a small area element on that surface. The electric field lines passes through this area element at an angle, suppose theta. So the electric flux delta phi through an area element delta S is defined by delta phi equal to E dot delta S. So electric flux in represent delta phi will be equal to E dot delta S, or else we can write E delta S cos theta. Okay, E delta S cos theta. Direction of area vector is perpendicular to the surface. The direction of area vector means delta S, correct? The direction of area vector. The direction of area vector is perpendicular to the surface. The direction of area vector is perpendicular to the surface. Okay, clear അല്ലേ? നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്താ സംഭവിക്കുന്ന കണ്ടല്ലോ. ആദ്യം ഒരു ടോർക്ക് ആക്ട് ചെയ്യും. എന്നിട്ട് ഇക്വേഷൻ, ടോർക്കിന്റെ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടിയത്? ടോർക്ക് വിൽ ബി ഈക്വൽ ടു വെക്ടർ പി ക്രോസ് വെക്ടർ ഇ. നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? പി ഇ സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇതിന് കുറച്ച് കേസസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ്, വെൻ തീറ്റ ഈക്വൽ ടു 0. തീറ്റ 0 ആണെങ്കിൽ ടോർക്ക് എന്തായിരിക്കും? 0. തീറ്റ 0 ആണെങ്കിൽ ടോർക്ക് എന്തായിരിക്കും? 0. തീറ്റ 0 മീൻസ് അതേതാ കണ്ടീഷൻ? തീറ്റ 0, സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വിചാരിച്ചോ. ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. തീറ്റ 0 ആവണമെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ എങ്ങനെ ഇരിക്കണം? ഇലക്ട്രിക് ഡൈപോൾ എങ്ങനെ ഇരിക്കണം? -q ഇവിടെ, +q ഇവിടെ, അല്ലെ? ഇങ്ങനെ ഇരിക്കണ്ടേ? സോ പിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? PU ഇങ്ങോട്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ്, സോ സെയിം ഡയറക്ഷൻ. സോ തീറ്റ 0 ആണെങ്കിൽ ഇവിടെ ഈ കേസിൽ എന്ത് ചെയ്യുന്നില്ല? ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? രണ്ടാമത്തെ കണ്ടീഷൻ, വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി മീൻസ് ഇവിടെ -q, ഇവിടെ +q, അല്ലെ? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി മീൻസ്, സോ പി വെക്ടർ ഇങ്ങോട്ടായിരിക്കും, ഈ വെക്ടർ ഇങ്ങോട്ട്. സോ 90 ഡിഗ്രി കേസിൽ ടോർക്ക് വിൽ ബി മാക്സിമം, ദാറ്റ് ഈസ് PE. കറക്റ്റ് അല്ലേ? ടോർക്ക് വിൽ ബി ദ മാക്സിമം. ഓക്കെ, ഒരു പോയിന്റ് കൂടെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. എന്താണ് പോയിന്റ്? ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, dipole has only rotational motion. കറക്റ്റ് അല്ലേ? കാരണം നെറ്റ് ഫോഴ്സ് എന്തായി പോകും? 0 ആയി പോകും. ഡൈപോൾ ഹാസ് ഓൺലി റൊട്ടേഷണൽ മോഷൻ. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ, ഇവിടെ ഫോഴ്സ് 0 ആവത്തില്ല, നെറ്റ് ഫോഴ്സ് 0 ആവത്തില്ല. ഫോഴ്സും കാണും, ടോർക്കും കാണും. ഓക്കെ,
നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടു, പിന്നെ നമ്മൾ ഡൈപോൾ മൊമെന്റ്, നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഒന്നുകൂടി എന്ത് ചെയ്തു, നമ്മൾ റിവൈസ് ചെയ്തു. ഓക്കെ, അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പിന്നെ പഠിക്കാൻ. ഓക്കെ, എന്താണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? ഓക്കെ, ലെറ്റ്സ് സീ continuous charge distribution. Okay, see, charges on a body may be distributed in different ways, like according to the nature of body. Correct. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ഓഫ് ചാർജ് ഡെൻസിറ്റി ഉണ്ട്. എത്ര ടൈപ്പ്? 3 ടൈപ്പ് ഓഫ് ചാർജ് ഡെൻസിറ്റി നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഒന്നാമത്തെ ചാർജ് ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡെൻസിറ്റി റെപ്രസെന്റഡ് ബൈ ലാംഡ. രണ്ടാമത്തതോ സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. മൂന്നാമത്തതോ വോളിയം ചാർജ് ഡെൻസിറ്റി. മൂന്നാമത്തത് എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി റോ. 3 ടൈപ്പ് ചാർജ് ഡെൻസിറ്റി കാണാൻ പറ്റും. അതൊക്കെ ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, വോളിയം ചാർജ് ഡെൻസിറ്റി റോ. നമുക്ക് ഓരോന്നിനെ പറ്റി പഠിക്കാം. ഒന്നാമത്തത് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഒന്നാമത്തത് എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി represented by lambda. Lambda is simply എന്താണ്? ചാർജ്, ലീനിയർ ചാർജ് ഡെൻസിറ്റി സിമ്പിൾ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എന്ത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ലാംഡ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ അപ്പോൺ ഡെൽറ്റ എൽ. If delta Q is the charge contained in a line element delta L, then linear charge density will be lambda equal to delta Q by delta L. Simply പറയുകയാണെങ്കിൽ linear charge density എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. രണ്ടാമത്തത് സർഫസ് ചാർജ് ഡെൻസിറ്റി. രണ്ടാമത്തത് ഏതാണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി. രണ്ടാമത്തത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, represented by letter sigma. Surface charge density. Okay, what is surface charge density? Charge per unit area. Simple. Surface charge density is charge per unit area. If delta Q is the charge contained in an area element of delta S, നമുക്ക് പറയാൻ പറ്റും സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ അപ്പോൺ ഡെൽറ്റ എസ്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി മൂന്നാമത്തത് എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി. മൂന്നാമത്തത് നമുക്ക് എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി. മൂന്നാമത്തത് വരുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റി ആണ്. സോ വോളിയം ചാർജ് ഡെൻസിറ്റി സിമ്പിൾ അല്ലേ? എന്തായിരിക്കും വോളിയം ചാർജ് ഡെൻസിറ്റി? യെസ്, ചാർജ് പെർ യൂണിറ്റ് വോളിയം. ചാർജ് പെർ യൂണിറ്റ് വോളിയം. Charge per unit volume is called volume charge density. Same if delta Q is the charge contained in a volume delta V. Volume charge density നമ്മൾ എങ്ങനെയാണ് വോളിയം ചാർജ് ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്? ലെറ്റർ റോ. So volume charge density rho will be delta Q upon delta V. Okay, for V is volume. Okay, simple. These are the continuous charge distribution. Correct അല്ലേ? ലൈൻ ചാർജ് ആകുമ്പോൾ ഡെൽറ്റ ക്യൂ ലാംഡ ഡെൽറ്റ എൽ, ബിക്കോസ് ലാംഡ ഇസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ. കറക്റ്റ് അല്ലേ? സർഫസ് ചാർജ് ആകുമ്പോൾ ഡെൽറ്റ ക്യൂ ഇക്വൽ ടു സിഗ്മ ഡെൽറ്റ എസ്. വോളിയം ചാർജ് ആകുമ്പോൾ ഡെൽറ്റ ക്യൂ ഇക്വൽ ടു റോ ഡെൽറ്റ വി. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ ആൻഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എസ് ആൻഡ് വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് ഗോസ് ലോയിലേക്ക് കടക്കാം. സോ ഗോസ് ലോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗോസ് ലോയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഗോസ് ലോയിലേക്ക് പോകാം. എന്താണ് ഗോസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? എന്താണ് ഗോസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? അതിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം. ഗോസ് ലോ. ഓക്കെ, ഗോസ് ലോ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തൊക്കെയാ നോക്കാനുള്ളത്? ഗോസ് ലോ കഴിഞ്ഞാല് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് ലോ. ഓക്കെ, ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. സോ ഗോസ് ലോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ പേജിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം.
Gauss law. What Gauss law says? Gauss theorem or law states that the total electric flux, the total electric flux over a closed surface is 1 upon epsilon naught times the total charge enclosed by the surface. So Gauss's theorem states that the total electric flux over a closed surface is 1 upon epsilon naught times the total charge enclosed by the surface. So നമുക്ക് സിമ്പിളി നോക്കുകയാണെങ്കിൽ ഇവിടെ കയ്യിൽ എന്തുണ്ട്? ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുകയാണ്. അതിനകത്ത് ഒരു ചാർജ് മാത്രമേ ഉള്ളൂ, ഒരു ചാർജ് ക്യൂ ഉണ്ട്. ഓക്കെ, പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്. ഇവിടെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് is 1 upon epsilon naught times the total charge enclosed by the surface. So flux will be 1 upon epsilon naught times charge enclosed by the surface. 1 upon epsilon naught times total charge enclosed by the surface. Phi equal to 1 divided by epsilon naught into Q. Okay. നമ്മൾ ഫ്ലക്സിന് നേരത്തെ ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ, എന്ത്? ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എസ് പഠിച്ചിരുന്നില്ലേ? പിന്നെ സ്മോൾ ഫ്ലക്സസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഫോർ സ്മോൾ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് പറഞ്ഞൂടെ? പറയാം അല്ലെ? സോ നമുക്ക് സെയിം ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം? സെയിം ഇക്വേഷൻ ഇങ്ങനെ മോഡിഫൈ ചെയ്തൂടെ? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 divided by epsilon naught into Q. Okay, this is what Gauss law says. Okay, Gauss law important points കാണാനുണ്ട്. Gauss law important points see. So Gauss law says electric flux through a closed surface is Q upon epsilon naught, where Q is total charge enclosed by S. That is very important. Q എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ്. Q എന്ന് വെച്ചാൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ എസ്. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എസ് ആണ്. ബൈ ക്ലോസ്ഡ് സർഫസ് ആണ് Q. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എസ് വിൽ ബി എന്താ വരുന്നത്? Q ഡിവൈഡഡ് ബൈ epsilon naught. Okay, this law implies that total electric flux through a closed surface is zero if no charge is enclosed by the surface. Clear അല്ലേ? അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോസ്ഡ് സർഫസിന്റെ അകത്ത് ഒരു ചാർജും ഇല്ല. നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോസ്ഡ് സർഫസിന്റെ അകത്ത് ഒരു ചാർജും ഇല്ലെങ്കിൽ സിംപിളി അതിൽ കൂടെ വരുന്ന ടോട്ടൽ ഫ്ലക്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. യെസ്, ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്കിനി കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് റിഗാർഡിങ് ഗോസ് ലോ നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, Gauss law is true for any closed surface, no matter what its shape or size. നമ്മൾ ക്ലോസ്ഡ് സർഫസ് ഏത് ഷേപ്പിൽ എടുക്കാം, സ്ഫിയർ എടുക്കാം, സ്ക്വയർ എടുക്കാം, ഏത് ഷേപ്പിലുള്ള ക്ലോസ്ഡ് സർഫസ് നമുക്ക് എടുക്കാം. സോ Gauss's law is true for any closed surface, no matter what its shape or size. രണ്ടാമത്തെ പോയിന്റ്, the term Q on the right side of Gauss's law, that is Q is equal to Q by epsilon naught, includes the sum of all charges enclosed by the surface. That is very important point again. The term Q on the right side, the right side പറഞ്ഞിരിക്കുന്ന Q, the term Q on right side includes sum of all charges enclosed by the surface. Sum of all charges enclosed by the surface. The charges may be located anywhere inside the surface. See, inside the surface എവിടെയാണെങ്കിലും അത് മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. But inside the surface ആയിരിക്കണം. See, the charges may be located anywhere inside the surface. That doesn't matter. But charge എന്തായിരിക്കണം? Inside the surface ആയിരിക്കണം ലൊക്കേഷൻ. കറക്റ്റ് അല്ലേ? And the term Q on the right side of Gauss law includes the sum of all charges enclosed by the surface.
That is again very important point. മൂന്നാമത്തെ point, in the situation when the surface is so chosen that there are some charges inside and some outside. So the electric field whose flux appears on the left side, that is phi equal to q by epsilon, is due to all the charges both inside and outside us. The term q on the right side of Gauss law, however, represents only the total charge inside S. So flux outside charges കൊണ്ടുള്ള ഉണ്ട്, inside charges കൊണ്ടല്ലേ. See, electric field whose flux appears on left side is due to all the charges both inside and outside. The term q on the right side എന്താണ്, only represent total charge inside S. Okay, yes. അടുത്ത നാലാമത്തെ പോയിന്റ് വരുന്ന എന്താണ്, the surface that we choose for the application of Gauss law is called Gaussian surface. നമ്മളിങ്ങനെ Gauss law അപ്ലൈ ചെയ്യാൻ എടുത്തിരിക്കുന്ന ക്ലോസർ സർഫസിന്റെ പേര് Gaussian surface. You may choose any Gaussian surface and apply Gauss law. However, take care not to let the Gaussian surface pass through any discrete charge. അല്ലെ, കൗണ്ടഡ് ഇൻസൈഡ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത അഞ്ചാമത്തെ പോയിന്റ്, Gauss law is often useful towards a much easier calculation of the electrostatic field when the system has some symmetry. Yes. Finally, Gauss law is based on the inverse square dependence on the distance contained in the Coulomb's law. Any evaluation of Gauss law will indicate departure from the inverse square law. Okay, all clear. See, problem ചെയ്യുമ്പോൾ കൂടുതൽ നന്നായിട്ട് ക്ലിയർ ആയിക്കോളും. So as for now, നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സും കണ്ടു. Question phi is equal to q divided by epsilon naught and integral dot e dot ds is equal to q divided by epsilon naught. അല്ലെ, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള q includes only charges inside the surface and left hand സൈഡിലുള്ള flux represent flux due to all the charges. Okay, അടുത്ത നമുക്ക് application of Gauss's law നോക്കാൻ പോകാം. Applications of Gauss's law. Okay, applications of Gauss's law. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് field due to infinitely long straight uniformly charged cone. നമ്മുടെ കയ്യിലുണ്ട് infinitely long straight uniformly charged wire. So പിക്ചോറിക്കലി ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് എന്റെ കയ്യിലുള്ള വയർ. ഇൻഫൈനറ്റ്ലി ലോങ് ആണ്, സ്ട്രെയിറ്റ് ആണ്, ആൻഡ് യൂണിഫോംലി ചാർജ്ഡും ആണ്. ഓക്കെ, ഇൻഫൈനറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഇത് കാരണമുള്ള ഫീൽഡ് സപ്പോസ് ഞാൻ എടുക്കുകയാണ് അറ്റ് എ ഡിസ്റ്റൻസ് r from the wire. നമ്മള് ഡിറൈവ് ചെയ്തപ്പോൾ ഡെറിവേഷൻ ഞാൻ കിടക്കുന്നില്ല. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നത് λ/2πε/r. നമുക്ക് എങ്ങനെ പറയാൻ വേണമെങ്കിൽ, സപ്പോസ് ഞാൻ ഇവിടെ നോക്കണം, ഇതാണ് നമ്മുടെ കയ്യിലുള്ള എന്ത്, ഇൻഫൈനൈറ്റ്ലി ലോങ് ഇതാണ് ചാർജ്, പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിച്ചു. ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ആയിരിക്കണം, ആൻഡ് യൂണിഫോംലി ചാർജ്ഡ് വയർ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇതിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്നാണ് ലാംഡ. ലീനിയർ ചാർജ് ഡെൻസിറ്റി വരുന്നത് ലാംഡ. ഞാനൊരു പോയിന്റ് എടുത്തു അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ വയർ. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് r ഈസ് ഈക്വൽ ടു 1 divided by 2πε0 lambda divided by r. 1/2πε into lambda divided by r. This is what is given here. 1 divided by 2πε into lambda divided by r. Okay. ഇനി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പുറത്തോട്ടേക്ക്, ഇപ്പം ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. സി പറയുന്നുണ്ട് ഈസ് ഡയറക്റ്റഡ് ഔട്ട്വേർഡ് ഇഫ് ലാംഡ ഈസ് പോസിറ്റീവ് ആൻഡ് ഇൻവേർഡ് ഇഫ് ലാംഡ ഈസ് നെഗറ്റീവ്. യെസ്. രണ്ടാമത്തെ കേസ്, ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നമ്മളെ ഏതാണുള്ളത്, ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് കണ്ടെയ്നിങ് യൂണിഫോംലി ചാർജ്. ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ആണുള്ളത്. ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ആണ്. ഓക്കെ, ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് യൂണിഫോംലി ചാർജ്ഡ് ആണ്, ആൻഡ് സിഗ്മ ഈസ് ദ ചാർജ് ഡെൻസിറ്റി. ഇത് കാരണമുള്ള ഫീൽഡ് ഡെൻസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി
it does not depend upon the distance also, is equal to sigma divided by 2 epsilon due to infinitely long, infinite plane sheet, uniformly charged infinite plane sheet, uniformly charged infinite, uniformly charged infinite plane sheet. Electric field എത്ര വരുന്നത്? സിഗ്മ ഡിവൈഡഡ് ബൈ 2 epsilon. Any same is directed away from the plate if sigma is positive and towards the plate if sigma is negative. Note that C is independent of distance. X also is independent of distance. Clear അല്ലേ? രണ്ടാമത്തെ കേസ് ക്ലിയർ അല്ലേ? പ്ലെയിൻ ഷീറ്റ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 epsilon അല്ലേ? And it does not depend upon distance also. തരുന്നു ഇൻഫിനിറ്റി ലോങ് വയർ 1/1/2 epsilon lambda into lambda divided by r. Okay. അടുത്തത് മൂന്നാമത്തെ കേസ്, ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. ഓക്കെ, യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. ഇതാണ് നമ്മളെ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. ഇതാണ് നമ്മളെ ഷെല്ല്. അപ്പൊ ഷെല്ല് എന്ന് പറയുമ്പോൾ ഷെല്ല് എന്ന് പറയുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ആണ്? ഷെല്ല്, നമ്മളെ ഷെല്ല്. ഓക്കെ, യെസ്. സോ ഷെല്ലിന് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ലും കാണാം, നമുക്ക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ലും കാണാം. ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ല് നമുക്ക് എന്തിനാണ് വരുന്നത്? ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ല് നമുക്ക് വരുന്നത് 1 divided by 4 pi epsilon q divided by r square. ഓക്കെ, ഔട്ട്സൈഡ് ദ ഷെല്ല് വരുന്നത് 1/4 pi epsilon നോട്ട് q divided by r square, സിമിലർ ടു പോയിന്റ് ചാർജ്. ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ല് നമുക്ക് വരുന്നത്, നോക്കിക്കോ, 0 ആണ്. ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ല് വരുന്നത് എത്രയാണ്? 0. ഫീൽഡ് ഇൻസൈഡ്, കാരണം ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ല് 0 അല്ലേ? യെസ്. സോ നമുക്ക് തന്നെ ഒരു 3 കേസാക്കി പറയുകയാണെങ്കിൽ ഒന്നാമത്തെ എങ്ങനെ പറയാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ ഈസ് 0. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ ഈസ് 0. രണ്ടാമത്തെ കേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്? അറ്റ് ദ സർഫസ് ഓഫ് ഷെൽ. അറ്റ് ദ സർഫസ് ഓഫ് ഷെൽ എന്ന് പറയുമ്പോൾ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 1/4 pi epsilon naught q divided by r square. Outside the shell 1 divided by 4 pi epsilon into q divided by small r square. എന്തുകൊണ്ട് ഇൻസൈഡ് ദ ഷെൽ 0 നോക്കിക്കോ. ലെറ്റ് see the point P is inside the shell, correct? ഇവിടെ point P inside the shell ആണ്. The Gaussian surface is again a sphere through P centered at O, correct അല്ലേ? Through P centered at O. The flux through the Gaussian surface calculated as before is E into 4 pi r square, correct അല്ലേ? Flux is equal to E into 4 pi r square. However, in this case, the Gaussian surface encloses no charge. നോക്കിക്കോ, Gaussian surface encloses no charge. കണ്ട, ഈ ഗോഷ്യൻ സർഫസിന്റെ അകത്ത് വല്ല ചാർജ് ഉണ്ടോ? നോ ചാർജ്. സോ ഫ്ലക്സ് വിൽ ബി 0. ദാറ്റ് ഈസ് E into 4 pi r square is 0. That means E is 0. That is, ഇതാണത് പറയുന്നത്, ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ ഷെൽ ഈസ് 0 അറ്റ് ഓൾ പോയിന്റ്സ് ഇൻസൈഡ് ദ ഷെൽ. ഓക്കെ, ഔട്ട്സൈഡ് ഷെൽ വരുന്നത് 1 divided by 4 pi epsilon q by r square. Thus, for points outside the shell, field due to uniformly charged shell is as if the entire charge of the shell is concentrated at its center. Simple അല്ലേ? നമുക്കൊരു പോയിന്റ് ചാർജ് ആയിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. സോ ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെൽ നമ്മൾ കണ്ടു, ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടിരിക്കുന്നു. സോ ഐ തിങ്ക് തിയറി പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഐ തിങ്ക് സോ. തിയറി പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് ഗോഷ്യൻ സർഫസും ഗോസ് ലോ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യം നമുക്ക് സോൾവ് ചെയ്യാം. നമ്മളെ കയ്യില് ഒരു ആറ്റം ഒക്കെ, ഏർലി മോഡൽ ഫോർ an atom considered it to have a positively charged point nucleus of charge Z equals Z is atomic number surrounded by a uniform density of negative charges up to a radius capital R. The atom as a whole is neutral. For this model, what is the electric field at a distance r from the nucleus? What is the electric field? Okay, നമ്മൾ ഇവിടെയുള്ള at a distance r ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. See, the charge distribution
For this model, the atom is as shown in figure. Correct അല്ലേ? ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജ് എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇതിന് ചുറ്റും എന്തുണ്ട്? നെഗറ്റീവ് ചാർജും ഉണ്ട്. The total negative charge in the uniform spherical charge distribution of radius capital R ZE. കാരണം ന്യൂട്രൽ അല്ലേ, ആറ്റം ആസ് എ ഹോൾ ഈസ് ന്യൂട്രൽ. സോ ഇവിടെ ഇത്രയും പ്ലസ് ZE ഉണ്ടെങ്കിൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും? മൈനസ് ZE. ഓക്കെ, സിൻസ് ന്യൂക്ലിയസ് ഓഫ് ചാർജ് ZE പ്ലസ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. This immediately gives us the negative charge density rho. Since we must have 4 pi r cube by 3 into rho equal to 0 minus Z. 4 by 3 pi r cube into rho. 4 by 3 pi r cube into rho. That means total charge, total negative charge, we can say, is minus ZE. Clear? Is minus ZE. Yes. So rho is equal to, yes. Okay. So simply ഇതിന്റെ നമുക്ക് വോളിയം ചാർജ് ഡെൻസിറ്റി റോ എങ്ങനെ കാണാം? റോ വിൽ ബി വാട്ട്? ടോട്ടൽ ചാർജ്. ഇവിടെ ടോട്ടൽ നെഗറ്റീവ് ചാർജ് എത്രയാണ്? മൈനസ് ZE അല്ലെ? എൻകോസിരിക്കുന്ന ടോട്ടൽ വോളിയം എന്താണ്? 4/3 pi r cube. സോ ഇതിനെ ഞാൻ മോഡിഫൈ ചെയ്താൽ എങ്ങനെ എഴുതാം? റോ വിൽ ബി 3ZE മൈനസ് ഉണ്ട് ഡിവൈഡഡ് ബൈ 4 pi r cube മൈനസ് 3ZE ഡിവൈഡ് 4. ഓക്കെ, കിട്ടിയല്ലോ. ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P which is at a distance r away from the nucleus, we use Gauss's law. Because of the spherical symmetry of the charge distribution, the magnitude of the electric field depends only on the radial distance. Correct അല്ലേ? So നമുക്ക് Gaussian surface എടുക്കാം. Gaussian surface is a spherical surface centered at the nucleus. We consider two situations, namely r less than capital R and r greater than capital R. Okay. So r less than capital R. If r less than capital R, electric flux by enclosed by the spherical surface is correct E into 4 pi r square. Where ER is the magnitude of electric field at R. This is because the field at any point on the spherical Gaussian surface has the same direction, correct? Same magnitude also. Charge Q enclosed by the Gaussian surface is a positive nuclear charge and the negative charge within the sphere of radius R. Correct അല്ലേ? സോ ഇൻസൈഡ് അകത്തിരിക്കുമ്പോൾ ZE കാണും, ന്യൂക്ലിയസിന്റെ ചാർജും കാണും, പ്ലസ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു 4/3 pi r cube. കറക്റ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് റോ അറിയാലോ. റോന്റെ വാല്യൂ എന്തായിരുന്നു? റോന്റെ വാല്യൂ വരുന്നത് ഇതല്ലേ റോന്റെ വാല്യൂ? പിന്നെ നമ്മൾ അടിയിലോട്ട് കൊണ്ടുവന്നാൽ ആണ് റോന്റെ വാല്യൂ. ഓക്കെ, സോ റോ അത് നമുക്കറിയാം. സോ എത്ര വരിക? ZE പ്ലസ് മൈനസ് 3ZE ഡിവൈഡഡ് ബൈ 4 pi r cube into 4/3 pi r cube. സോ ഇത്ര കട്ട r cube കട്ടാൻ പറ്റില്ല. സോ ZE മൈനസ് ZE r cube ബൈ r cube. യെസ്, അതന്നല്ലേ കിട്ടുന്നത്? യെസ്. സോ ഗോസസ് ലോ നമുക്ക് സിംപിളി കൊടുക്കാം. ഗോസ് ലോ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? ഫ്ലക്സ് കിട്ടും അല്ലെ? ഫ്ലക്സ് കിട്ടുമല്ലോ. സോ E ഇൻറ്റു 4 pi r സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ZE കോമൺ ആക്കി എടുക്കാം. 1 മൈനസ് r ക്യൂബ് ഡിവൈഡഡ് ബൈ r ക്യൂബ്. സോ E വിൽ ബി ZE ഡിവൈഡഡ് ബൈ 4 pi r സ്ക്വയർ. ബൈ ആബ്സലൂട്ട് നോട്ട് കാണത്തില്ല, ബൈ ആബ്സലൂട്ട് നോട്ട് 1. ഓക്കെ, 4 pi r സ്ക്വയർ, 4 pi r സ്ക്വയർ. ഓക്കെ, ആർ സ്ക്വയർ കോമൺ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. എങ്ങനെ എടുക്കാമെങ്കിൽ നമുക്ക് ആർ സ്ക്വയർ കോമൺ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. E വിൽ ബി ഈക്വൽ ടു ZE ഡിവൈഡഡ് ബൈ 4 pi epsilon naught. 4 pi epsilon naught 1 upon r square minus r divided by r cube. Clear അല്ലേ? Yes. Yeah. Any. And the electric field is directed outward because net positive are dominate ചെയ്യുന്നത്. Yes. ഇനി r greater than r ആണെങ്കിൽ, അതായത് പുറത്തുള്ള പോയിന്റ് എടുക്കുന്നതെങ്കിൽ total charge enclosed by the Gaussian surface will be 0 since atom is neutral. Simply ഇതായിരിക്കും electric field outside 0 ആയിരിക്കും. At radius r equal to capital R, both cases give the same result. E will be 0. Okay. Yes. So I think for today, this is enough for today. അല്ലേ? ക്ലിയർ ആയില്ലേ? ഇവിടെ ഇതിന്റെ ഇക്കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ പുറത്തെടുക്കേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ? നമുക്ക് ഒന്നും കൂടി ഞാൻ ഇങ്ങനെ സോൾവ് ചെയ്താല്
എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ എഴുതിക്കൂടെ? ഈസ് ഈക്വൽ ടു ZE divided by 4 pi epsilon naught R square to 1 divided by R cube upon any ഞാൻ ZE divided by 4 pi epsilon R സ്ക്വയറിനകത്ത് 2 ഗുണിക്കുകയാണെങ്കിൽ R സ്ക്വയർ മൈനസ് ഓക്കെ R by R cube. യെസ്, ZE divided by 4 pi epsilon 1 by R square minus R divided by R cube. യെസ്, ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഗോൾഡൻ സപ്പോസ് കൊടുത്ത് നമുക്ക് സിമ്പിളി അങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ഇനി സമ്മറി ആവശ്യമില്ല. സമ്മറി നമുക്ക് ചോദ്യം ചെയ്യുമ്പോൾ ഓരോന്ന് നോക്കാം. എക്സസൈസ് ഓരോന്ന് നമുക്ക് വളരെ വൃത്തിക്ക് ചെയ്ത് പോകണം. സോ എക്സസൈസിൽ ഓരോ ചോദ്യം നല്ലോണം ചെയ്യുമ്പോൾ തിയറി എന്താവും? സ്ട്രോങ് ആയിക്കോളും. ഓക്കെ, 23 ചോദ്യമുണ്ട്. സിമ്പിൾ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന ചോദ്യമായിരിക്കും. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഫോർ ടുഡേ ഐ തിങ്ക് ദിസ് ഇസ് ഇനഫ്. ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഫിനിഷ് ചെയ്യണം. ഓക്കെ, താങ്ക് യു എവരിവൺ.